ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളെ അന്വേഷിച്ച് ശാലിനിയും സംഘവും ആ കാട്ടിനുള്ളിലേക്ക് കടക്കുന്നു. കുട്ടികൾ രണ്ടുപേരും ശാലിനിയുടെ ചിത്രം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അതിലേക്ക് തന്നെ നോക്കുമ്പോൾ ആ രേഖാചിത്രത്തിൽ ആകെ പൊടിപടലങ്ങൾ പിടിച്ച് അഴുക്കുകൾ പുരണ്ട് അതിൽ നിന്ന് ചിത്രം വ്യക്തമാകാതെ ആകെ നിരാശയോടെ കുട്ടികൾ നിന്നു. അപ്പോഴാണ് പപ്പി സത്യയോട് പറഞ്ഞത്, സത്യയെ ഇനി സന്ധ്യയായി തുടങ്ങിയല്ലോ, നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന ആശങ്കയോടെ ഇനി നമ്മൾ എങ്ങനെ പോകും എന്ന് പപ്പി ചോദിച്ചിട്ടും സത്യ പറഞ്ഞു, വാ നമുക്ക് നടക്കാം, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കാട്ടിനുള്ളിലൂടെ അകത്തേക്ക് നടന്നു നീങ്ങി. ഈ സമയത്ത് കാട്ടിലൂടെ ശാലിനിയും പോലീസ് സംഘവും കൂടി കുട്ടികളെ അന്വേഷിച്ച് സത്യയെ പപ്പി എന്ന് മാറി മാറി ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ ഓരോരുത്തരും കുട്ടിയെ അന്വേഷിച്ച് അതിലെ നടക്കുന്നു. ഇതേ സമയത്ത് തന്നെയാണ് വിഷ്ണുവും രോഹിത്തും ശ്യാമയും മറ്റൊരു ദിശയിൽ നിന്ന് കുട്ടികളെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും കുട്ടികളെ കണ്ടെത്താമെന്നുള്ള ശ്രമം അവർ മുന്നോട്ട് തുടർന്നുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും കൃത്യമായി ആ കാട്ടിന്റെ നടുഭാഗത്തേക്ക് തന്നെ വന്നെത്തി. അപ്പോഴേക്കും ചുറ്റുമാകെ ഇരുട്ട് മൂടി തുടങ്ങുന്നത് കണ്ട് ആകെ ഭയത്തിലാകുന്നു പപ്പി. അപ്പോഴേക്കും പപ്പി സത്യയോട് പറഞ്ഞു, പപ്പി സത്യയെ എനിക്ക് പേടിയാകുന്നു, ആകെ ഇരുട്ടാവുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, പേടിക്കണ്ട പപ്പി, ഞാനില്ലേ കൂടെ. അപ്പോഴാണ് കുറച്ചപ്പുറത്ത് മാറി ആ ഇല്ലിക്കൂട്ടങ്ങൾക്കിടയിൽ മിന്നാമിന്നികൾ തിളങ്ങുന്നത് സത്യയെ പപ്പി കണ്ടത്. ഉടനെ തന്നെ പപ്പി വിളിച്ചു പറഞ്ഞു, സത്യയെ ദാ അത് കണ്ടോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ മിന്നാമിന്നി കൂട്ടത്തിനരികിലേക്ക് പപ്പി ഓടുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് കാടിന് നടുവിൽ നിന്ന് ആ ചില്ലയിൽ നിന്ന് മറ്റു ചില്ലകളിലേക്ക് കിളികൾ ചേക്കേറാനായി കൂട്ടമായി പറന്നു പോകുന്ന ശബ്ദം കേട്ടു. അത് കേട്ടതും പപ്പി പേടിയോടെ സത്യക്കരികിലേക്ക് ഓടിയെത്തി. അയ്യോ എനിക്ക് പേടിയാകുന്നേ എന്ന് പറഞ്ഞ് പപ്പി കരയാൻ തുടങ്ങുമ്പോൾ സത്യ വേഗം പപ്പിയുടെ വാപൊത്തി പിടിച്ചു. അയ്യോ ഒച്ച വെക്കല്ലേ, നമ്മളിവിടെ കിടന്ന് ബഹളം വെച്ചാലേ, ഇത് കാടാണ്, ഇവിടെ അപകടങ്ങൾ ചുറ്റും പതുങ്ങിയിരിപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒച്ച വെച്ചാലേ വന്യമൃഗങ്ങൾ വല്ലതും എത്തും, അതുകൊണ്ട് ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഇനി ഞാൻ കൈയെടുക്കുകയാണേ, ഒച്ച വെക്കല്ലേ എന്ന് സത്യ പപ്പിയോട് പറഞ്ഞുകൊണ്ട് കൈ മാറ്റുന്നു. അപ്പോഴേക്കും പപ്പി ഇല്ലെന്ന് തല ഉലുക്കിയത് കണ്ട് സത്യ കൈ മാറ്റിയതും രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. എന്നാ ഇനി വാ നമുക്ക് പതുക്കെ നടക്കാം, എന്തായാലും ഇനിയും ഇവിടെ നിൽക്കണ്ട, ബഹളങ്ങൾ കേൾക്കുന്നോണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ച് ആ കാട്ടിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു. ഈ സമയത്ത് അവരുടെ നാലുപാടും അതുപോലെ കിളികൾ വീണ്ടും പറന്നു പോകുന്ന ആ ശബ്ദം കേൾക്കുകയും അവ വട്ടം ചുറ്റി പറക്കുന്നത് കണ്ടതോടെ സത്യയ്ക്കും പപ്പിക്കും ആകെ പേടിയായി. വാ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും വീണ്ടും ആ കാട്ടിനുള്ളിലൂടെ നടന്നു നീങ്ങുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഡേഞ്ചർ സോൺ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ അവിടുത്തെ ആ ബോർഡ് പോലും കുട്ടികൾ കാണാതെ അവർ ഫോറസ്റ്റുകാരെ ദിശ തിരിച്ചുവിടാനും കൃത്യമായി മനസ്സിലാക്കാനുമായി ഡേഞ്ചർ സോൺ എഴുതി വെച്ചിരിക്കുന്ന അത് കാണാതെ കുട്ടികൾ ആ കാട്ടിന്റെ ഉൾഭാഗത്തേക്ക് കടക്കുന്നു. അങ്ങനെ അപകട സാധ്യത ഏറെയുള്ള ആ കാടിനുള്ളിലേക്ക് കുട്ടികൾ ഓടിക്കയറി. അവസാനം ചുറ്റുപാട് നോക്കുമ്പോൾ മരക്കൂട്ടങ്ങൾ മാത്രം അവിടെ ചുറ്റിലും കാണുകയും അവിടെ ആകെ ഇരുട്ട് നിറയുകയും ചെയ്യുന്നത് കണ്ടു. സത്യയോട് പപ്പി പറഞ്ഞു, സത്യയെ എനിക്ക് പേടിയാവുന്നു, ഇരുട്ടായി തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, പേടിക്കാറ് പപ്പി, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് സത്യ പപ്പിയെ സമാധാനിപ്പിക്കണം. അപ്പോഴേക്കും സത്യ പപ്പിയോട് പറഞ്ഞു, അതെ നമുക്ക് ഫോണിലെ കയ്യില്, ഞാന് അമ്മയൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും സത്യ, എങ്ങനെ ഇവിടെ നിന്ന് പോകും? അപ്പോഴേക്കും സത്യ പറഞ്ഞു, പേടിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ അമ്മ വരും തീർച്ചയാ എന്ന് സത്യ പപ്പിയെ പറയും സമാധാനപ്പെടുത്തുമ്പോ സത്യയോട് പപ്പി ചോദിച്ചു, അതിനെങ്ങനെയാ, നമ്മൾ ഇവിടെയാണെന്ന് അവർ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, പപ്പി എന്റെ ഫോൺ നിന്റെ കയ്യിലുണ്ടല്ലോ, നമുക്ക് അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് പപ്പിയോട് ഫോൺ തരാനായി സത്യ ആവശ്യപ്പെട്ടു. പപ്പി ഫോൺ എടുത്ത് കൊടുത്തതും സത്യ അത് തുറന്നു നോക്കിയപ്പോ, അയ്യോ പപ്പി ഇവിടെ സിഗ്നൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ നമ്മൾ കാട്ടിലായി പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പപ്പിയും ചോദിച്ചു. പെട്ടെന്ന് ചുറ്റുപാടും ഒന്ന് നോക്കിയപ്പോ അവിടെ കുട്ടികൾക്ക് കയറാൻ ഭാഗത്തിന് ഒരു മരം നിൽക്കുന്നതായി സത്യ കണ്ടു. സത്യ പപ്പിയെ പിടിച്ചിട്ട് പറഞ്ഞു, വാ പപ്പി നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടേക്ക് ഓടുന്നു. ഈ സമയത്ത് വിഷ്ണുവും ശ്യാമയും രോഹിത്തും കുട്ടികളെ അന്വേഷിച്ച് വിളിച്ചുകൊണ്ട് അതിലെ ഉള്ളിലൂടെ അവരും നടന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് സത്യയും പപ്പിയും കൂടി വേഗം ആ മരത്തിനരികിലേക്ക് ഓടിയെത്തിയത്. രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു,
അതെ, സത്യയുടെ കയ്യിൽ ഫോൺ ഉള്ളതല്ലേ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ശ്യാമ പറയുമ്പോ ഉടനെ രോഹിത് ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അതിപ്പോ എങ്ങനെയാ, നമുക്ക് വിളിച്ചാൽ നമ്മുടെ ഫോണിനും റേഞ്ച് ഇല്ലല്ലോ. ഉടനെ വിഷ്ണുവും ഫോൺ എടുത്ത് നോക്കി, അതേലോ നമ്മുടെ ഫോണിനും ഇവിടെ എങ്ങും റേഞ്ച് കിട്ടുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അവരും ടെൻഷനിലായി. അപ്പോഴാണ് സത്യയും പപ്പിയും കൂടി ആ മരത്തിനരികിലേക്ക് എത്തിയത്. സത്യ ആ മരത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും പപ്പിയെ നോക്കിയിട്ട് സത്യ പറഞ്ഞു, അയ്യോ എനിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ പപ്പി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സത്യയെ? അപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ പപ്പി, ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറെ ആളുടെ സഹായം ഇല്ലാതെ കയറാൻ പറ്റില്ല. പപ്പി ഇതിന് മുകളിലേക്ക് കയറ്, ഞാൻ പപ്പിയെ കയറ്റാൻ സഹായിക്കാം. എന്താ, പപ്പി കയറി എന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. ശരി, ഞാൻ കയറാം എന്ന് പപ്പി സമ്മതിക്കുന്നു. അങ്ങനെ പപ്പി പതുക്കെ സത്യ പപ്പിയെ സഹായിച്ചുകൊണ്ട് പതുക്കെ ആ മരത്തിന് മുകളിലേക്ക് കയറാനായി സത്യ പപ്പിയെ പതുക്കെ തള്ളി വെക്കുകയും അങ്ങനെ കാല് പതുക്കെ പൊക്കിക്കൊടുത്ത് ഒരു വിധത്തിൽ ആ മരച്ചില്ലയിലേക്ക് പപ്പി പിടിച്ചു കയറി. അതിനുശേഷം പപ്പിയുടെ കയ്യിലേക്ക് സത്യ ആ മൊബൈൽ ഫോണും കൊടുത്തു. ഈ സമയത്ത് മുകളിൽ കയറി നിന്ന പപ്പി പതുക്കെ ഫോണിനകത്ത് റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഫോൺ ഉയർത്തിപ്പിടിച്ച് ആ മൊബൈലിലേക്ക് തന്നെ നോക്കിയിരുന്നത്. അല്പ സമയം കഴിഞ്ഞപ്പോഴേക്കും സത്യയോട് പപ്പി പറഞ്ഞു, ആ പപ്പി റേഞ്ച് കിട്ടി എന്നറിയിച്ചു. അത് കേട്ടതോടെ സമാധാനമായി സത്യക്ക്. എന്നാ ഞാൻ ഇനി ഒന്ന് വിളിച്ചു നോക്ക്, അമ്മയെ വേഗം വിളിക്ക് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് പപ്പി സത്യയുടെ ഫോണിൽ നിന്ന് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി അപ്പോഴേക്കും മക്കളെ രണ്ടുപേരുടെയും പേര് വിളിച്ചുകൊണ്ട് മോളെ എന്ന് ഉറക്കെ വിളിച്ച് കരയുമ്പോൾ ശാലിനിയുടെ ഫോൺ റിങ് ചെയ്തു. വേഗം ശാലിനി ഫോൺ എടുത്ത് നോക്കി. മോള് സത്യ എന്ന് പറഞ്ഞു. മോളെ സത്യ, നീ എവിടെയാ എന്ന് വേഗം കോൾ എടുത്ത് ചോദിച്ചതും പപ്പി പറഞ്ഞു, ആന്റി സത്യയല്ല, ഞാൻ പപ്പിയാ. അത് കേട്ടതും ശാലിനി ചോദിച്ചു, നിങ്ങളിത് എവിടെയാ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും പപ്പിയും ആശങ്കയോടെ പരസ്പരം നോക്കി. എന്നിട്ട് പപ്പി പറഞ്ഞു, ആന്റി ഞങ്ങള് കാട്ടിനുള്ളിലാ, ഇവിടെ ഞങ്ങൾക്ക് പേടിയാകുന്നു, ഞങ്ങളെ എത്രയും വേഗം വന്ന് രക്ഷിക്കണേ പ്ലീസ് ആന്റി എന്ന് പറഞ്ഞപ്പോ സത്യയോട് എന്ത് പറയാനറിയാതെ ടെൻഷനിലായി ശാലിനി ഉടനെ പപ്പിയോട് പറഞ്ഞു, അതെ നിങ്ങൾ അവിടുന്ന് എങ്ങോട്ടും പോകല്, ഞങ്ങളും ഇതേ കാട്ടിൽ തന്നെ ഉള്ളത്, നിങ്ങൾ എവിടെയാ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കണം, മറ്റെങ്ങോട്ടും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞതും അയ്യോ ആന്റി എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഹലോ ഹലോ എന്ന് വീണ്ടും പറയുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് വരാൻ കഴിയുള്ളൂ, അതുകൊണ്ട് മോളൊരു കാരണവശാലും അവിടെ നിന്ന് ഇങ്ങോട്ട് മാറരുത് എന്ന് ശാലിനി വീണ്ടും പറയുമ്പോഴേക്കും പപ്പി അതൊന്നും കേൾക്കാനാകാതെ ഹലോ ഹലോ എന്ന് പറഞ്ഞ് അയ്യോ സിഗ്നൽ കട്ടായല്ലോ സത്യ എന്ന് സങ്കടപ്പെട്ടു. അപ്പോഴേക്കും സത്യ പപ്പിയെ പതുക്കെ അവിടെ നിന്ന് ഇറക്കി. ഈ സമയത്ത് ശാലിനി വേഗം കുട്ടികളെ വിളിക്കാനായി ശ്രമിച്ചിട്ടും റേഞ്ച് കട്ടായി. ഉടനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ട എന്ന് പറഞ്ഞ് റേഞ്ച് ഓഫീസർ അവിടുന്ന് ശാലിനിയും വിളിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് അവർ പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാനായി പപ്പി ആവശ്യപ്പെടുമ്പോൾ സത്യ ആ കോള് കിട്ടാതെ ആകെ ടെൻഷനിലായി. ശാലിനിയും പോലീസ് ഓഫീസേഴ്സും കൂടി അവിടെ ആ കാട്ടിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് കുട്ടികൾ നേരത്തെ നിന്ന സ്ഥലത്ത് ശാലിനിയും എത്തുന്നു. അവിടെ എങ്ങും തന്നെ കുട്ടികളെ കാണാതെ ആകെ നിരാശയോടെ ശാലിനി കുട്ടികളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയം ശാലിനി വേഗം തൻ്റെ കുട്ടികളുടെ ഫോൺ വന്നത് ഉടനെ തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായി വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. ആ സമയത്ത് ശാലിനിയുടെ ഫോണിലേക്ക് അവിടെ നിന്നും അവർ വിളിച്ചു. മേഡം ഇപ്പോൾ സിഗ്നൽ കിട്ടിയിരുന്നോ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എന്നെ വിളിച്ചിരുന്നു കുട്ടികൾ, നിങ്ങൾ എത്രയും വേഗം അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒന്ന് കണ്ടെത്തി പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേഡം നിൽക്കുന്നിടത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഒരു 2 കിലോമീറ്റർ മാറിയാണ് കുട്ടികളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ എന്താ എനിക്ക് വ്യക്തമായില്ല എന്ന് ശാലിനി പറയുമ്പോഴേക്കും ഉടനെ ഇവിടുത്തെ റേഞ്ച് ഓഫീസറുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ ഫോറസ്റ്റ് ഓഫീസറിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം കോൾ എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടുന്ന് പടിഞ്ഞാറോട്ട് 2 കിലോമീറ്റർ പോയിട്ടാണല്ലേ എന്ന് വീണ്ടും ആശങ്കയോട് ചോദിച്ചപ്പോഴേക്കും അതെ എന്ന് പറഞ്ഞു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, മേഡം ഇവിടുത്തെ 2 കിലോമീറ്റർ പടിഞ്ഞാറോട്ടാണെന്ന് പറഞ്ഞാൽ അതൊരു ഡേഞ്ചർ സോണാണ് മേഡം, അവിടെ മുഴുവൻ കാട്ടാനകൾ വിഹരിക്കുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും വരുന്ന നരഭോജികളായിട്ടുള്ള കൊടും ക്രൂരന്മാരായിട്ടുള്ള ആനകളെ അവിടെയാണ് കൊണ്ടുവന്ന് വിടാറുള്ളത്. അത്തരം കാട്ടാനകളുടെ കേന്ദ്രമാണത് മേഡം. അതുകൊണ്ട് ഇന്നിനി അന്വേഷണം വേണ്ട മേഡം, നമുക്ക് തിരികെ പോയി നാളെ അന്വേഷിക്കാം, അതാണ് നല്ലത്, മേഡത്തിന് ടി വിയിൽ വിശ്രമിക്കാം എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ടതും ശാലിനി ആകെ ടെൻഷനിലായി.
ശാലിനി ഒരു കാരണവശാലും അവിടുന്ന് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശാലിനി ചോദിച്ചു, ഇവിടുന്ന് പടിഞ്ഞാറോട്ടല്ലേ എന്ന് ചോദിച്ചു. അതെ മേഡം എന്ന് പറഞ്ഞതും ശാലിനി മറ്റൊന്നും പറയാതെ അവിടുന്ന് നടന്നു. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടി പരസ്പരം നോക്കി. സത്യയോട് പപ്പി പറഞ്ഞു, അയ്യോ നമ്മുടെ നമ്മളുടെ ശ്രമം വെറുതെയായി പോയല്ലേ സത്യയെ എന്ന് ചോദിച്ചപ്പോഴേക്കും പപ്പിയുടെ സങ്കടത്തോടെയുള്ള ചോദ്യം കേട്ട് സത്യ പറഞ്ഞു, ഏയ് ഇല്ലെന്നേ, നമ്മളുടെ ഇപ്പോ അമ്മയെ വിളിച്ചില്ലേ, അമ്മയെ കിട്ടിയല്ലോ, അതുകൊണ്ട് നമ്മുടെ ഫോണും അമ്മയുടെ ഫോണും തമ്മിൽ കണക്ട് ആയി. അതുകൊണ്ട് അമ്മ ഉടനെ തന്നെ നമ്മുടെ ഈ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നമ്മളുടെ അരികിലേക്ക് അമ്മ ഉടനെ തന്നെ എത്തും. അതുകൊണ്ട് പേടിക്കണ്ട, ഫോൺ കയ്യിൽ തന്നെ വെച്ചോ കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട, ഇവിടേക്ക് അമ്മ ഉടനെ തന്നെ എത്തും എന്ന് സത്യ പപ്പിയോട് പറഞ്ഞു. ഇവിടെ ഇരുന്നോ, അതാ നല്ലത് എന്ന് പറഞ്ഞ് അവിടെ സത്യയും പപ്പിയും കൂടി അവിടെ ഇരുന്നു. ഈ സമയത്ത് പപ്പി പറഞ്ഞു, സത്യയെ എനിക്ക് വല്ലാതെ വിശക്കുന്നു. അത് കേട്ടപ്പോഴേക്കും വിശക്കുന്നു എന്ന് പറയുമ്പോൾ ശാലിനിയും വിഷ്ണുവും കുട്ടികളെ അന്വേഷിച്ച് അങ്ങനെ ആ കാടിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു ദൂരെ ശാലിനിക്ക് പെട്ടെന്ന് കുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം മനസ്സിലുറച്ചു. ഈ സമയത്ത് കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, വല്ലാത്ത ഓരിയിടിയിലും അലർച്ചയും ഒക്കെ കേൾക്കാൻ ഇടയാവുന്നു. അവർക്ക് വല്ലാതെ ഭയമായി. ചുറ്റുപാടും രണ്ടുപേരും ഒന്നുകൂടി നോക്കി. അപ്പോഴേക്കും വിഷ്ണുവും രോഹിത്തും ശ്യാമയും കയ്യിൽ ഒരു തീപ്പന്തവുമായിട്ട് മുന്നോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴേ ആണ് പപ്പി അരികിൽ നിന്ന് സത്യയോട് പറഞ്ഞത്, എനിക്ക് വല്ലാതെ വിശക്കുന്നു സത്യയെ, നമ്മുടെ ആയിരുന്നെങ്കിൽ ടിഫിൻ ബോക്സ് ബാഗിലായി പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, പപ്പി ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞു സത്യ പോകാൻ തുടങ്ങുമ്പോഴേക്കും പപ്പി ചോദിച്ചു, എങ്ങോട്ടാ സത്യ പോകുന്നത്, ഞാൻ ഈ കാട്ടിലൊക്കെ ഒന്ന് നോക്കട്ടെ, കാടല്ലേ, എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, വേണ്ട സത്യയെ എന്ന് പറഞ്ഞ് സത്യയെ പപ്പിയോടെ പിടിച്ചു നിർത്തി. വേണ്ട, എങ്ങോട്ടും പോകണ്ട തനിച്ച്, എനിക്ക് വിശക്കുന്നത് പറഞ്ഞുകൊണ്ടല്ലേ, നമുക്ക് ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും പരസ്പരം കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ രണ്ടുപേരും നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ കാട്ടിനുള്ളിൽ നിന്നു.